കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഏഷ്യ ലൈവ് TV-യിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന വാതിലിൻ്റെ നേരെ ഒറ്റ തടിയുള്ള വൃക്ഷങ്ങൾ, അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഒരു സെമിത്തേരി, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തെ ഒത്തിരി ആൾക്കാർ പല തരത്തിലുള്ള സംശയങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു. അപ്പോൾ നമുക്ക് അത് എങ്ങനെ, ഓരോ സംശയത്തിനും അതെങ്ങനെയാണ് നമുക്കതിനത് കറക്റ്റ് ചെയ്ത് പോകാവുന്നതെന്നുള്ളതാണ് നിങ്ങളോട് ചെയ്യാം. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി റബ്ബറിൻ്റെ തോട്ടമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രധാന വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് റബ്ബറും തോട്ടമാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റബ്ബറും തോട്ടം കാണുന്നത് അതൊരു പ്രധാന വിഷയമല്ല. നമ്മളുടെ പ്രധാന വാതിലിൻ്റെ നേരെ മധ്യത്തിലായിട്ട് ഒരു ഒറ്റ വൃക്ഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു റബ്ബറും തോട്ടം നിൽക്കുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ വേറൊരു വലിയ തോട്ടം നിൽക്കുന്നതോ അതൊന്നും നമുക്കൊരു വിഷയമല്ല. ഒറ്റ ഇതായിട്ട് നമ്മുടെ നിഴലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നിൽക്കുമ്പോഴത്തേക്ക് അത് ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ റബ്ബറും തോട്ടം നിൽക്കുന്ന, അല്ലെങ്കിൽ വേറൊരു നെഗറ്റീവായിട്ടുള്ള സംഭവമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ നല്ല പ്ലാന്റുകൾ ഉപയോഗിച്ചിട്ട് അതിനെ മറയ്ക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരാൾ ചോദിച്ചിരിക്കുന്നു, ഒരു ഇലക്ട്രിക് പോസ്റ്റാണ് നിൽക്കുന്നത്, അതിനെന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഇലക്ട്രിക് പോസ്റ്റാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനമായാലും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ നമ്മുടെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ അപ്പുറത്തെ വ്യക്തിയുടെ വീട്ടിൻ്റെ ടോയ്ലറ്റാണ് കാണുന്നത്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൻ്റെ വ്യക്തിയുടെ ഡോറാണ് കാണുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റാത്ത ചില പരിമിതികളുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് നമ്മളുടെ പക്കോ മിറർ. ഇപ്പോൾ പക്കോ മിറർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചിലർ പറയുന്നത്, ഒരു പക്കോ മിറർ ഉപയോഗിക്കുമ്പോൾ ഇത് വേറൊരു വ്യക്തിയെ ദോഷകരമായിട്ട് ബാധിക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ പക്കോ മിറർ ഒരു പരിധി വരെ ചിലപ്പം ചില വളരെ ഇതായിട്ടുള്ള കേസിൽ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊക്കെയാണ് വയ്ക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത പക്കോ മിററിനുണ്ട്. അപ്പോൾ അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ദോഷം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു ഇതുണ്ട്, നിങ്ങളുടെ ആ പ്രശ്നം, നിങ്ങളുടെ ആ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനായിട്ടാണ് നിങ്ങൾ അവിടെ പക്കോ മിറർ സ്ഥാപിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു വ്യക്തിക്ക് ദോഷകരമായിട്ട് വരുന്നു എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ഒരിക്കലും വേറൊരു വ്യക്തിയെ ദ്രോഹിക്കാനായിട്ടല്ല ഫുങ്ഷു ചെയ്യുന്നത്. ഫുങ്ഷു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സൗഭാഗ്യങ്ങളെ പരമാവധി കൂട്ടാനും നമ്മളുടെ ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനുമാണ്. അത് മറ്റൊരുത്തനെ ദ്രോഹിച്ചുകൊണ്ടല്ല ഫുങ്ഷു ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾക്കത് വെക്കേണ്ടതുണ്ടെങ്കിൽ ഈ പക്കോ മിററിൻ്റെ 2 സൈഡിലായിട്ട് ഫ്യൂഡോക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റിക്കറും കിട്ടുന്നുണ്ട്, വുഡിൽ വരുന്ന പീസുണ്ട്, ഇത് രണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്പുറം ഇപ്പുറം ഇത് ഓരോന്ന് വെക്കുകയാണെങ്കിൽ ആ ഒരു എതിർവശത്തുള്ള വീടിൻ്റെ കാരൻ്റെ ദോഷം ഇല്ലാതാവുന്നതാണ്. അപ്പോൾ ഈ പക്കോ മിററിൻ്റെ അപ്പുറം ഇപ്പുറം ഫ്യൂഡോകൾ സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പക്കോ മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് സെൻറ്ററിൽ ഒരു ഗ്ലാസ് ആണ്. ആ ഗ്ലാസ് അത് നെഗറ്റീവ് എനർജികളെ റിഫ്ലക്റ്റ് ചെയ്ത് കളയുന്നതാണ്. പിന്നെ ഇത് നെഗറ്റീവ് എനർജികളെ റിഫ്ലക്റ്റ് ചെയ്ത് കളയുന്നതിനോടൊപ്പം തന്നെ വീടിൻ്റെ 8 ദിക്കുകളും അതിൻ്റെ സൗഭാഗ്യങ്ങളും അതിൻ്റെ സംരക്ഷണങ്ങളും ഈ പക്കോ മിറർ ചെയ്യുന്നുണ്ട്. പക്കോ മിറർ മാത്രം വെച്ചിട്ട് പോസിറ്റീവ് എനർജി കിട്ടിയ ഒത്തിരി വീടുകളുണ്ട്. അത് ഈ 8 ദിക്കുകൾ അതിങ്ങനെ കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ 3 മുറിയാത്ത ലൈനുകളുള്ള ഒരു ഭാഗമുണ്ട്. ഇതിൽ പക്കോ മിററിൽ പല ലൈനുകളായിട്ടാണ് സൂചിപ്പിക്കുന്നത്. മുറിയാത്ത 3 ലൈനുകളുള്ള അത് ഇതിൻ്റെ മുകൾ ഭാഗത്ത്, വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ മുകളിലാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ അത് മുകളിൽ വരുന്ന രീതിയിൽ വേണം അത് സ്ഥാപിക്കാനായിട്ട്. ഇതിൽ വേറെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും പക്കോ മിറർ വീടിനകത്ത് വെക്കാൻ പാടില്ല. വീട്ടിനകത്തേക്ക് വരുന്ന സൗഭാഗ്യങ്ങളെ പക്കോ മിറർ അടിച്ചു കളയും. അതുപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പോൾ അവിടെ ഷോപ്പിൻ്റെ ഫാബ്രിക്കേഷൻ ചെയ്താക്കുന്ന ആ ഡോറിൽ വെക്കുന്നുണ്ട്. പക്ഷെ അതും അവിടെയും വെക്കാൻ പാടില്ല. കാരണം ഷട്ടർ ഇടുമ്പോഴത്തേക്ക് ഇത് സ്വാഭാവികമായും കടയ്ക്കകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഷട്ടറിൻ്റെയും പുറത്ത് വരുന്ന രീതിയിൽ വേണം ഇത് സ്ഥാപിക്കാനായിട്ട്. പിന്നെ ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ, അപ്പോൾ അവിടെ രക്ഷിതാക്കളെ മറവ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ അത് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പക്കോ മിറർ ഉപയോഗിക്കാം. അപ്പോൾ ആ നെഗറ്റീവ് എനർജികളെല്ലാം ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഫുങ്ഷുവിൽ ഉപയോഗിക്കാവുന്ന വളരെ നല്ല ഫലപ്രദമായിട്ടുള്ളൊരു ടൂളാണ്
പക്കാവ് മിറർ. നമുക്ക് വീട്ടിൽ തന്നെ പിന്നെ ലക്ഷ്യമാക്കി വരുന്ന പോയിസൺസ് ആയിട്ടുള്ള ആരോസിനെ ഇല്ലാതാക്കാനായിട്ട് പക്കാവ് മിറർ വളരെ നല്ലൊരു ടൂളാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പോയി ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പക്കാവ് മിറർ ഉപയോഗിച്ച് അതിനെ പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ പക്കാവ് മിറർ പോലെ തന്നെ വളരെ ഫംഗ്ഷനിൽ ഉപയോഗിക്കാവുന്നത് നമ്മുടെ വാസ്തുപ്രകാരമായിട്ട് ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ടൂൾസ് എന്ന് പറയുന്നത് ഈ ഒരു സ്വസ്തിക്കിൻ്റെ സിമ്പിൾസ് ആണ്. ഇത് നമുക്ക് 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മളുടെ മെയിൻ ഡോറിൻ്റെ 2 സൈഡിലായിട്ട്, ആ കട്ടിലയുടെ 2 സൈഡിലായിട്ട് പിന്നെ മുകൾ ഭാഗത്തായിട്ട് ഇത് വെക്കാവുന്നതാണ്. അല്ലാതെ ഒറ്റ എണ്ണമായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ കട്ടിലയുടെ സെൻട്രൽ ഭാഗത്തായിട്ട് സ്വസ്തിക്ക് വെക്കാവുന്നതാണ്. നമ്മുടെ പിന്നെ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതും വളരെ പോസിറ്റീവ് എനർജി തരുന്നതായിട്ടുള്ളൊരു സിമ്പിളാണ് സ്വസ്തിക് എന്ന് പറയുന്നത്. ഇത് സ്വസ്തിക് പിരമിഡാണ്. ഇത് ഈ സ്വസ്തിക്കിൻ്റെ ഇത് വന്നിട്ട് ഇതിൽ പിരമിഡിൻ്റെ ഇതും കൂടെ ഉണ്ട്. അപ്പം പിരമിഡിൻ്റെ ഒരു എനർജിയും സ്വസ്തിക്കിൻ്റെ എനർജിയും കൂടെ കിട്ടിയിട്ട് ഇത് 10 മടങ്ങായിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ്. വളരെ പോസിറ്റീവ് എനർജി ആയിട്ടുള്ളതും വളരെ ഫലപ്രദമായിട്ടുള്ളതായിട്ടുള്ള ടൂളാണ്. പോസിറ്റീവ് എനർജികളെ പരമാവധി സ്വീകരിക്കാനും വീട്ടിലെപ്പോഴും ഒരു പിന്നെ നല്ലൊരു അന്തരീക്ഷം നിലനിർത്താനും ഈ പിരമിഡിൻ്റെ സ്വസ്തിക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.